ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിൻ്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഒരു റീല് ഞാൻ കണ്ട് കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യാനുണ്ട്. എനിക്ക് ആകെ പറയാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പ്രതാപ് GT VS ഷസാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കുറച്ച് ട്രോൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉബൈദ് ഇബ്രാഹിം പുള്ളിയുടെ ട്രോൾ വീഡിയോ വന്നതിന് ശേഷമാണ് സാധനം കുറച്ചുകൂടെ കയറി കത്തിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഈ രണ്ടാൾക്കാരുടെയും ഷസാമിൻ്റെയും പ്രതാപ് GT രണ്ടാൾക്കാരുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് ട്രിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ഒരു മൂഡിനനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീഡിയോസ് കാണാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ പ്രതാപ് GT പുള്ളിയുടെ ഒരു വീഡിയോയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്ക്രിപ്റ്റഡ് ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എന്നാൽ ഷസാമിൻ്റെ വീഡിയോയ്ക്ക് ഒരു കുറച്ചുകൂടെ റോ ആയിട്ട്, നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇന്ന് സംസാരിക്കുമല്ലോ, അളിയ മച്ചാനെ എന്തുകൊണ്ട് അളിയ ഇതാണ് ഫോൺ ഇങ്ങനത്തെ സീനൊക്കെയാണ്, അളിയ കൊള്ളത്തിലടാ, അളിയ ഇത് നൈസ് ഫോണാടാ, ആ ഒരു മൂഡിലാണ് ഷസാമിൻ്റെ ഒരു പ്രസൻറ്റേഷൻ പുള്ളിയുടെ മറ്റൊരു രീതിയിൽ. അപ്പോൾ ഓരോ ടൈമിൽ നമ്മുടെ ഒരു മൂഡിനനുസരിച്ചാണ് അത് കാണണോ ഇത് കാണണോ എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത്. രണ്ടുപേരുടെ വീഡിയോസ് നമ്മൾ കാണുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒക്കെ തന്നെയാണ്. പിന്നെ അത് അത്ര വലിയ ഭീകര പ്രശ്നമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഭീകര പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ഷസാമിൻ്റെ ഒരു പ്രസൻറ്റേഷൻ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ പുള്ളിയുടെ വീഡിയോയ്ക്കകത്തൊരു എന്താ പറയുക, ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു സാധനം ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്ത പുള്ളിയുടെ പ്രസന്റേഷനിൽ വന്നേക്കുന്ന ഒരു അപാകതയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ റേറി പോകാനെ കൊണ്ടൊരു കാരണമായിട്ടത്. കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളി ഞാനിപ്പോൾ ഒരു ഫോൺ ഒരു ഫോണിനെ പറ്റിയിട്ട് പുള്ളി റിവ്യൂ ഇറക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഫോൺ എടുക്കാൻ വരട്ടെ, അടുത്ത മാസം പുതിയൊരു സാധനം ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കാൻ വരട്ടെ, അടുത്ത മാസം അടുത്തൊരു ഫോൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം പുള്ളി അങ്ങനെ കുറച്ച് നാൾ ആ ഒരു ടൈമിൽ ഏറി നിന്നായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് പുള്ളി വീണ്ടും ഏറി പോയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആദ്യം തന്നെ ഷസാം ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ കാണാം, പുള്ളി ഇങ്ങനെ ഒരു ഇമിറ്റേറ്റ് ചെയ്യാനെ കൊണ്ട് കാരണമായേക്കുന്ന ആ ഒരു വീഡിയോ, അത് കണ്ടിട്ട് നമുക്ക് പുള്ളിയുടെ വീഡിയോയിലോട്ട് വരാം. സാംസങ് ഗാലക്സി S26 കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു ഫോണിൽ എക്സിനോസ് 2600 വരെ ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത്. മിക്കവാറും അത് സാധാ S26 നമ്മളെല്ലാവരും വിചാരിച്ച് ആപ്പിളിനെ കോപ്പി അടിച്ചുകൊണ്ട്, ഇപ്പോഴും സാംസങ് മറ്റേ ഈ ആപ്പിൾ കുളത്തിച്ചാടിയ സാംസങ് കൂടെ ചാടുന്നത് പോലെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ആ ഫ്രണ്ട് സെൽഫി ക്യാമറ മാറ്റുമായിരിക്കും, ബിക്കോസ് ആപ്പിൾ മാറ്റിയല്ലോ. മാറ്റൂലാന്ന് 12 മെഗാ പിക്സലാണ് ആ സെയിം സെൻസർ. നന്നാവാൻ യാതൊരു, ഞാൻ പറയാം, സാംസങ്ങിന് അഹങ്കാരം കുറച്ച് കേറിയിരിക്കുകയാണ്. ഏത് കുറെ പൈസക്കാരന്മാര് ഫോൾഡ് മേടിക്കണതിന്റെ അഹങ്കാരം. അണ്ണാ തറ വീഴും കേട്ടാ. ഇങ്ങനത്തെ കൊണയാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല S26 ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. S26 ആയിക്കോട്ടെ, അൾട്ര ആയിക്കോട്ടെ, ഒരു ചേഞ്ചും ഇല്ലാതെയാണ് കൊണച്ച ഫോൺ അവന്മാർ ഇറക്കാൻ പോണത്. വെറുതെ കണ്ണി പൊടിയിടലിന്റെ കേസും പറഞ്ഞിട്ട് കുറച്ചെന്തോ ഒരു ഡിസൈൻ ചേഞ്ച് പറഞ്ഞിട്ട് വീഴും. സാംസങ് നീ അഹങ്കരിച്ച നിന്റെ പതനം നാട്ടുകാർ കാണിക്കും. ഞാൻ പറയേ വോളി കയറ്റി ഇട്ടിട്ട് തറയിടും. അടി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഈ WWE മറ്റേ ചോക്സ് ലാം ചെയ്യൂല അണ്ടർടേക്കർ, അമ്മാതിരി അടി അടിക്കും. നിന്റെ മറ്റേ ഗ്രീൻ ലൈൻ കൊണയൊക്കെ ഉണ്ടല്ലോ, നിനക്ക് കിട്ടും. ഞാൻ പറയും, ഞാൻ ഇനി ഈ സാംസങ്ങിന് ഒരു കിണ്ടി ഞാൻ ചെയ്യില്ല. ഈ S26 ഒക്കെ ഇറങ്ങട്ട്, ചെയ്യണവന്മാർ ചെയ്യും, ഞാൻ ചെയ്യൂല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവന്മാർ എന്ന് നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങണം, അന്ന് ഞാൻ നമുക്ക് നോക്കാം. ഞാൻ ചെയ്യും. രസമാണ്, എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് പുള്ളിയുടെ ഒരു പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇതിനകത്ത് ചെയ്യുന്നവരായിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, അവന്മാരെന്തായാലും സർവീസ് ഒക്കെ അടിപൊളിയാക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനമായിരിക്കും പുള്ളിക്ക് അങ്ങനെ ഈ ഒരു ഇതിൽ പറയാനെ കൊണ്ടൊരു കാരണമായിട്ട് മാറുള്ളത്. ചെയ്യുന്നവന്മാര് ചെയ്യട്ടെ, ഞാൻ എന്തായാലും ചെയ്യൂല, അവന്മാരെന്തായാലും കൂടെ ഇത് സർവീസ് ഒക്കെ സെറ്റ് ആക്കട്ടെ എന്നുള്ള രീതിയിൽ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവനും ഈ അടുത്ത് ഈ സാംസങ്ങിന്റെ ഈ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദാണ്ടെ പച്ച വരെ വീണേക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ശരിയാക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അളിയ ഇതിങ്ങനെയാണ്, ഇതിന്റെ വിധിയാണ്, ഈ ഫോൺ ഇനി മരിക്കുന്നിടം വരെ ഈ ഒരു അസുഖം പേര് നടക്കേണ്ട ഒരു അവസ്ഥയാണെന്നതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് റെഡിയാക്കാതെ ഇങ്ങനെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോണിനകത്ത് ഇതുപോലെ പച്ച വരെ വീണ് കിടക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൊളി വരും. നമ്മളൊരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇപ്പം 1 രൂപയോ 10 രൂപയോ 10 ലക്ഷമോ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനം പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം നമുക്ക് ഉണ്ടാവണം. അത് അങ്ങനെ തന്നെ ആയിരിക്കണം നമുക്ക് കിട്ടണമെന്ന്, അല്ലേ? അപ്പൊ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പറയണം, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സാധനം ആണ് പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്നത്. സാധനം നിങ്ങൾ എപ്പോൾ ശരിയാക്കുന്നു അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ള രീതിയിലൊക്കെ തന്നെ. ഇനി ഇതിന് ശേഷം ആണ് പ്രതാപ് GTയുടെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിനി അതോടെ ഒന്ന് കാണാം. ഇതാണ് നത്തിങ് ഫോൺ 4A. ഈ ഒരു ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രോസ് ആൻഡ് കോൺസ്, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഈ നത്തിങ്ങിന്റെ ഫോണുകൾക്ക് ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്, നല്ല ഫോണുകളാണവ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. എന്തായാലും ഈ ഫോണിന്റെ ഓരോ സെക്ഷനിലെയും പോരായ്മകളും നല്ല വശങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറയും. കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഷെയർ ചെയ്യുക.
അല്ല അവർക്ക് മനസ്സിലാവണമല്ലോ. എന്തായാലും ഇതിൽ കോമൺ ആയിട്ട് ലൈക്ക് ഷെയറുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, ഈ നെഗറ്റീവ് നമ്മൾ കൃത്യമായിട്ട് എല്ലാ സെക്ഷനും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് പറയും എന്ന് പറയുമ്പോൾ ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിൻ്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഈ സാധനത്തിൻ്റെ വീഡിയോ S26 അൾട്രയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിത് വീഡിയോ ചെയ്യാതെ ഉപേക്ഷിച്ചാലേ ബ്രാൻഡ് പാഠം പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബ്രാൻഡ് പാഠം പഠിക്കില്ല. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് 1000 പേര് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങളുടെ ചെയ്യുകയും ചെയ്യും, നിങ്ങൾ കാണുകയും ചെയ്യും. തീരുമാനം നമ്മുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ഈ ഫോൺ വീഡിയോ ചെയ്യണം. പ്രതാപ് ജി ടെക്കിൽ S26 അൾട്ര, നത്തിങ് ഫോൺ 4 എല്ലാം വരണം. ഇതിൻ്റെ പോരായ്മകൾ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഇത് പോരായ്മകളുണ്ട്, ഇത് നമുക്ക് പറ്റില്ല, ഇത്രയും പൈസയ്ക്ക് ഇത് മുതലല്ല എന്ന് കണ്ട് നിങ്ങളത് ഒഴിവാക്കുമ്പോൾ ബ്രാൻഡ് പാഠം പഠിക്കും. കാരണം കച്ചവടം ഇല്ലാണ്ടായ പണി താനെ പഠിച്ചോളൂ അവർ. അപ്പം നിങ്ങളുടെ തീരുമാനമാണ് വിധി എഴുതുന്നത്, ഞാനല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ടെക് ചാനലാണ്, അവിടെ ഇതെല്ലാം കവർ ആവണം. നല്ലതും മോശവും കവർ ആകുമ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ രീതിയിലുള്ള ആക്ഷേപ പരിപാടിയല്ല ഉദ്ദേശിച്ചത്. പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് ഓരോ സെക്ഷനിലും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കണ്ടു നോക്കുക. എന്തെങ്കിലുമൊക്കെ അറിയാണ്ട് വിട്ടുപോയാലേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ചേട്ടാ ഇത് വിട്ടുപോയി എന്ന്. ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ 1 അവറിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് റിപ്ലൈ തരുകയും ചെയ്യും. സോ അപ്പോൾ എസ് കഴിഞ്ഞ് ഇത് നത്തിങ് ഫോൺ 4A കാര്യങ്ങൾ പുള്ളിയുടെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം ഉള്ളതാണ്, പുള്ളി അവിടെ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ഇഷ്ടംപോലെ ചാനലുണ്ട്. നമ്മുടെ മലയാളത്തിൽ പ്രതാപ് GT, ഷസം, ഈ 2 ടെക് ചാനൽസ് അല്ല ഉള്ളത്, മറ്റ് പല ചാനൽസ് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്താണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എവിടെയാണോ കിട്ടുക അത് അവിടെ പോയി കാണും. അപ്പോൾ പുള്ളി ഇവിടെ ചെയ്യാതിരിക്കുന്ന പ്രത്യേകിച്ച് പ്രയോജനമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ പുള്ളി ഇത്തരത്തിൽ ഷസാമിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്തതാണ് പുള്ളി ഇങ്ങനെ ഏറെ പോയിരിക്കുന്നത്. അത് എന്നൊക്കെ പറയും. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രസന്റേഷൻ സ്റ്റൈല് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കമന്റ് ബോക്സിലൊക്കെ തന്നെ ഷസാം പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്, നിങ്ങളുടെ കൂട്ട് പൈസ വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് പുള്ളി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഓൾ മീ ഷസം ബി ലൈക്ക്. അത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി. അത് കമന്റ് ബേസ് ചെയ്താണ് പറഞ്ഞത്. ഹീസ് എ ഗുഡ് ആൻഡ് ജെന്റിൽ മാൻ, ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നല്ലൊരു സുഹൃത്തായിരിക്കാം, കാര്യങ്ങൾ എന്തോ ആയിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളൊരു വ്യക്തി ഇങ്ങനെ ഈ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്തത് വേണമായിരുന്നോ എന്നുള്ളൊരു സാധനമാണ് നിലയിൽ കിടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഷസാമിൻ്റെ അങ്ങനെ ഒരു വീഡിയോ വന്നതിന് ശേഷം പുള്ളി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ കമന്റ് ബോക്സിലാണെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇനി വെറുതെ അവർക്ക് ആ ഒരു ഇത് കൊടുക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പുള്ളിയുടെ കമന്റ് ബോക്സിലാണെങ്കിലും അത് പറഞ്ഞിട്ടായിരിക്കാം. ആ രീതിയിൽ പറഞ്ഞതാണെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ ഇച്ചിരി ക്ലാരിറ്റിയിൽ പറയാം. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഷസാം ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ കമന്റ് ബോക്സിലും ഒക്കെ ഇങ്ങനെ വന്നിരുന്നു, അപ്പം ഇതിങ്ങനെയല്ല, നമ്മളിത് സംസാരിച്ചില്ല, അപ്പുറത്തോ അങ്ങനെ വേണമെങ്കിൽ പുള്ളിക്ക് എത്തിക്കായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വന്ന് കറങ്ങി ചുറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കിനാണ് സംഭവം നൈസായിട്ട് ഇങ്ങനെ ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഏറി പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മറ്റ് പലരുടെയും പ്രസന്റേഷൻ ചെയ്യില്ല അത്ര അങ്ങോട്ട് പിടിക്കണില്ല എന്ന് തോന്നുന്നു. മറ്റാരുടെയും ഒരു സാധനം കൂടെ പുള്ളി വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഗ്ലിഫ്ലേറ്റ് കൊടുക്കുന്നില്ല, പകരം ഒരു ബാർ പോലെയാണ് തവണ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇത്തവണത്തെ ഒരു വ്യത്യാസം. ചില ആൾക്കാർ ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ബെസ്റ്റ് ഡിസൈൻ, അടിപൊളി ഡിസൈൻ, ഇത് 2026 ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നി. കാരണം നത്തിങ്ങിന്റെ ഡിസൈൻ ഇങ്ങനെ തന്നെയാണല്ലോ കുറേ നാളായിട്ട്. അവർ വന്ന കാലം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്, ഒരു കുറ്റവും പറയാനില്ല, നൈസായിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പോട് ചെയ്യുന്ന നല്ലതൊന്നും പറഞ്ഞിട്ട് തള്ളി മറിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. സ്റ്റിൽ ഗുഡ് ഡിസൈൻ ആണ്. സൈഡിലെ ബട്ടൺസ് പുള്ളിക്ക് എന്തൊക്കെയോ അങ്ങോട്ട് പിടിക്കണില്ല തോന്നുന്നു ഈ ചേട്ടൻ. എനിക്ക് തോന്നണേ പുള്ളിക്ക് ആക്ച്വലി പലരുടെയും പ്രസന്റേഷൻ സ്റ്റൈലിൽ പുള്ളിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ ആവണില്ല എന്ന് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്, ഇത് കൊള്ളാം, അതിനിപ്പോൾ എന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല, ഇതാണ് കറക്റ്റ്. ഇപ്പോൾ അപ്പുറത്തേക്ക് ആണെങ്കിൽ കുറച്ച് ഇത്ര എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഡീസൻ്റ് ആയിട്ട് കറക്റ്റ് കാര്യമുണ്ട്. ഈ ഒരു ലൈനാണ് പേഴ്സണലി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പുള്ളി ഷസാം ഇങ്ങനെ ഇത് കൊള്ളൂല അത് എന്നൊക്കെ പറയുമ്പോൾ, പുള്ളി ഇതിനകത്ത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട് അല്ലേ, രണ്ടും പുള്ളി പറയുന്നുണ്ട്, ഇത് തന്നെ ഷസാമും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധനം വരുമ്പോഴത്തേക്കിന് നമ്മൾ വാങ്ങുന്ന ഫോണിനകത്ത് ഈ ഗ്രീൻ ലൈൻ വീഴാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പം നമ്മൾ പറയും അങ്ങനെ ഒരു സാധനമാണ്. പിന്നെ ഈ പ്രസന്റേഷൻ സ്റ്റൈല് പുള്ളിയുടെ ഷസാമിൻ്റെ ആണെങ്കിൽ ഇപ്പം നിലവിൽ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന ആരെയാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെ വരുമ്പം പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആൾക്കാരെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കാര്യം അവർക്കൊരു ഓഡിയൻസ് ഉണ്ട്. അല്ലാതെ പുള്ളിക്കെന്തോ പലതും അങ്ങോട്ട് പിടിക്കിടില്ല എന്ന് തോന്നുന്നു. എന്നാണെങ്കിലും ഇതിന് ശേഷം ഷസാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടേക്കുന്ന വീഡിയോക്കകത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ചൊറിയാൻ നിൽക്കണ്ട, ഞാൻ കയറി മാന്തെന്ന് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഒരു റീല് ഞാൻ കണ്ട്, കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യണുണ്ട്. എനിക്ക് ആകെ പറയാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും
ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ പറയാം, ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. പക്ഷേ ഞാൻ പറയാം, ബഡ്സ് ഞാൻ ഒരിക്കലും ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്. അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞാൽ അതൊന്നുമില്ല. ഞാൻ സാംസങ്ങിനെ അങ്ങനെ അതെന്നല്ല പറഞ്ഞത്. സാംസങ്ങിൻ്റെ ബഡ്സൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല. അവന്മാരെന്ന് ഇയർലി കോൺട്രാക്റ്റും മേടിച്ച് വെച്ചിട്ട് കാശും ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. സാംസങ് എത്ര പ്രോഡക്റ്റാണ് ഇറക്കണത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തലയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി. വേറെ ആരെയും പറയണം, എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നമാണ്. എന്തിനാണ് വെറുതെ ഈ നാട്ടുകാരെ ഇല്ലേ? എന്ത് ഒരു കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാനൽ പണ്ട് തൊട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ നിന്നേനെ. ഞാൻ കാര്യമായിട്ടും പറയണേന്. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും വേറെ കലിപ്പ് സീനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വർക്കടലുള്ള അങ്ങനെ എന്തെങ്കിലും വള്ളിയോ അങ്ങനെ എന്തെങ്കിലും സീൻ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയാൻ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി അങ്ങനെ ഒരു സാധനം ഇല്ലാതെ പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞ് ചെയ്യുന്നമാര് കേട്ടാൽ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പുള്ളി പറഞ്ഞു. പിന്നെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഇപ്പം നമ്മുടെ പരിപാടിയാണ് നൈസ്, ബാക്കിയുള്ളവരുടെ എന്ത്, അതാണ് പുള്ളിയുടെ ഒരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമാണ് നമുക്ക് പേഴ്സണലി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പുള്ളി ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ കാണുമ്പോൾ ആ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഷസാമിൻ്റെ മാത്രമല്ല മറ്റൊരാളുടെ പ്രസന്റേഷൻ ഇതിങ്ങനെ ഇത് അടിപൊളി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കാഴ്ചക്കാരൻ നിലയിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പുള്ളി ചിലപ്പം അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ഇത് ഷസാം മാത്രം പറഞ്ഞേക്കുന്ന കാര്യമല്ല, മറ്റു പല ഇംഗ്ലീഷിലെ യൂട്യൂബേഴ്സും ഒക്കെ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് ടെക് ചാനൽസിലെ. നമുക്ക് അതൊന്ന് നോക്കാം. S26 and S26 Plus are not good deals anymore. The designs are basically unchanged. It's now $900 baseline. You can get a lot more phone for $900. ഇവരത് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഷസാം അത് മലയാളത്തിൽ പറഞ്ഞു. Now getting this completely world exclusive privacy display feature. This is James Bond level tech. Do I look like James Bond to you? Do you think I've been waiting my entire life so that finally the stranger sitting next to me on the bus won't be able to see me trying to figure out which Shrek character are you? It's Donkey, by the way. That's it. I'm taking this. I want to show you exactly how with cameras, for example. Samsung is falling behind. We were in the gym the other day. Do you remember? Hit that PB. Thought we looked pretty spicy. So we called in Vrisha to take that photo and she got this on Samsung. In isolation, a pretty balanced photo. You wouldn't feel like you had anything to complain about. But then she took that same shot on a Chinese flagship, the Xiaomi 17 Ultra. And it's only when you do that you realize what you're missing. Can't you see how the Xiaomi has more depth because of its larger sensor and just so much more real detail on the face, which looks a whole lot better than the over-sharpening that Samsung's tried to replace it with. ഇവിടെയും സെയിം സാധനമാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഷസാമിന്റെയും കൂടെ കേൾക്കാം. സാംസങ്ങിന്റെ ഒരു ടെറിട്ടറി തൊട്ട സ്ഥിതിക്ക് ഞാൻ ബാക്കിയുള്ള കാര്യം കൂടെ പറയാം. സാംസങ് ഗാലക്സി S26 ഇറങ്ങിയിരിക്കുകയാണ്. S26, S26 Plus, S26 Ultra, S26 ഷള്ളി ഫോൺ. ഒരു മാറ്റവും ഇല്ല. എന്തൊരു അപ്പർച്ചറൊക്കെ കൂട്ടി പിന്നെ ഇരിക്കുന്നത് 2 നാനോമീറ്റർ. ആദ്യത്തെ 2 നാനോമീറ്റർ പ്രോസസ്സിങ്ങിൽ വരുന്ന Exynos 2600 ആണ് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പവർ ചെയ്യാനായിട്ട് പിന്നെ അറിയാലോ, ഞാൻ ഒന്നും മിണ്ടല്ലോ കേട്ടോ. ഞാൻ മിണ്ടല്ലോ. എന്താ പറഞ്ഞാൽ ഞാൻ എന്തൊരോ പൈസ മേടിച്ചിട്ട് വന്ന് ഹേറ്റ് അടിക്കണം എന്നാണ് ഇവിടുത്തെ കുറേ സാംസങ് ഫാൻസ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും പറയല്ല. എന്തിനാണെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ 89,000 രൂപ S26. ഈ എടാ ഇതിന്ന് നിൻ്റെ നമ്മുടെ iPhone 17 കൊള്ളാം. നിനക്കറിയൂ iPhone 17 ഇസ് എ ബെറ്റർ ഫോൺ. അതിന് വേറെ 75,000 രൂപയേ ഉള്ളൂ. റീസെയിൽ വാല്യൂം കിട്ടും. ഈ പുല്ല് എനിക്ക് എന്തിനാ അവിടെ പിന്നെ എന്തിനാ 40ാമത്തെ സർവീസ് സെൻറ്റർ തുടങ്ങിയെന്ന് കൊച്ചിയിൽ എടപ്പള്ളിയിൽ പുതിയ സർവീസ് സെൻറ്റർ. ഇതുവരെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റിയോ ഒന്നും ആരും ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ട്. ഇവിടെ എന്തൊന്നും അറിയാതെ S24 Ultra എന്തിനുടെ 30 എന്നൊക്കെ പറഞ്ഞു. നീ എന്തിനാ പറയണം? എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യം. നീയൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയണം മേടിച്ചോളി. പക്ഷേ ഗ്രീൻ ലൈൻ വരുമ്പം ഇങ്ങോട്ട് വരല്ലേ. അത് ഈ പേജ് ഇവിടെ കാണും. നിങ്ങൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാണട്ടെ. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, ഷസാമിന് വേണമെങ്കിൽ തിരിച്ച് ഇങ്ങനെയും പറയാം. നിങ്ങൾ ഈ മാസം വെയിറ്റ് ചെയ്യൂ, അടുത്ത മാസം അടുത്ത ഫോൺ വരുന്നുണ്ട്, ഇങ്ങനെ എല്ലാ മാസവും പറയുന്ന ട്രോൾ എന്നൊക്കെ സാധനം ഉണ്ടല്ലോ, അതെടുത്ത് വേണമെങ്കിൽ ഷസാമിന് പറയാം. ഇത് പുള്ളിയുടെ ഒരു പ്രസൻറ്റേഷൻ, വേ ഓഫ് പ്രസൻറ്റേഷൻ ആയിരിക്കും, ആ ഒരു സ്റ്റൈലായിരിക്കാം. അതുപോലെ തന്നെ ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഓരോ സ്റ്റൈലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.